മാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് വലിയ വേഷങ്ങളിൽ നിന്ന് മറ്റൊരു വലിയ വേഷങ്ങളിലൂടെ അല്ലേ? അതെ 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 വേറിട്ടൊരു നമ്മൾക്കെതിരെയുള്ളൊരു എന്താണ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് അറിയില്ല, എന്താണ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ആ തെറ്റുകളൊക്കെ അന്നേ തിരിഞ്ഞു പോകുന്നത് ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷികളും എല്ലാവരും സ്ട്രോങ് ആയത്. ഇത് ഈ പറഞ്ഞ പോലെ ഓർഡർ സിനിമയ്ക്ക് നമുക്ക് ഉണ്ടായല്ലേ, അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം ഇന്നലെ തന്നെ രാത്രിയിൽ പാതിരാത്രിയോളം കിടന്ന ലൈഫ് അവരെ ഇവരെല്ലാം കഷ്ടപ്പാടാണ്. അവരെല്ലാവരും വൈകുന്നേരിക്കുന്നതോടെയാണ് അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം. വേണ്ട പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഒരു കുളക്കീഴിൽ രണ്ടാമത് എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ ആവും. അതിനോടൊരു തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ച് വരുന്ന സമയത്ത് പറഞ്ഞു തീർത്ത് അങ്ങനെ വരും. അങ്ങനെ പറ്റില്ല തീർച്ചയായിട്ടും. കാരണം നമ്മളെല്ലാം ജീവിതമല്ല അല്ലേ? എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്, സത്യം പറയുന്ന ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് സിനിമയാണ് അല്ലേ? ആ സിനിമ നിർത്തി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മറ്റേയാണ്. നമ്മൾ ജീവിക്കുന്ന ഒത്തിരി പേര് മറ്റേയാണ്. അപ്പം നിങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ നോക്കാതെ എന്തൊക്കെ തീർക്കാൻ പറ്റുള്ള ഭരണം, സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് വിശ്വസിക്കണം, എല്ലാം നല്ലത് വരണം. അല്ലാതെ ഇത് അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരാളുടെ പേഴ്സണൽ സാധനമല്ല. അമ്മ എന്ന് പറയുന്നത് സംഘടനയല്ല. എല്ലാവർക്കും അതിന് പറയാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. ഭരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരട്ടെ.
പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ വേടൊക്കെ ഇവിടെ വന്നത്. ഇനി അത് നേരിട്ട് പോകും. കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, അപേക്ഷ. ഒരുപാട് ചോറല്ലേ മതിയല്ലോ, സന്തോഷമായിരുന്നു. ഞാൻ പോകാം. അപ്പോൾ തിയേറ്റർ എല്ലാവരും കടം കണ്ട് ഇറങ്ങിയാണ്. നിങ്ങളെ കണ്ട ഭയങ്കര പടം കണ്ടത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പടം കണ്ടത്. വ്യാഴാഴ്ചയല്ലേ, വെള്ളിയാഴ്ചയുള്ള റിലീസ് ഡേറ്റ്. ഇന്ന് രാവിലെ ഒരു ഷോ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ്. അവരോട് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ കണ്ടന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ നന്നായിട്ടുണ്ട്, നല്ല മേക്കിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അർജുൻ സാറിനെ ശക്തമായ ക്യാരക്ടറിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഏറ്റവും വലിയ എല്ലാത്തരം പ്രേക്ഷകർക്കും ആകും സിനിമയിൽ കണ്ടന്റിലേക്ക് ശക്തമായിട്ട് തന്നെ വരുന്നുണ്ട്. അവർ പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ എല്ലാ പ്രേക്ഷകർ കാണട്ടെ. എല്ലാവരും സിനിമ കാണുന്ന ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അറിയാമല്ലോ. സിനിമകളെ സ്നേഹിക്കുക, സിനിമ കാണുക, ജയിപ്പിക്കുക. ഞാനൊക്കെ കുറേ അധികം സിനിമ കഴിഞ്ഞ് എനിക്ക് വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത്. അതിനുശേഷം തിരിച്ചിപ്പോൾ വന്നിട്ട് ഒരു സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. സിനിമയുടെ നമ്മുടെ ജീവിതവും നിലനിൽപ്പൊക്കെ എല്ലാവരും സിനിമ കാണുന്നത് എല്ലാവർക്കും ഒരാൾക്കും ഈ സിനിമ കയ്യിൽ നിന്ന് കാശ് പോയെന്ന് തോന്നും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ലൊരു എങ്ങനെയുണ്ട് ആക്ഷൻ കിങ് അർജുൻ്റെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷനൊക്കെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട് അർജുൻ്റെ? സംഭവമാണ്. പ്രഷർ എഴുതേണ്ട ഭയങ്കര ഉണ്ടായിരുന്നു. ആദ്യത്തെ സംഭവം പ്രൊഡ്യൂസർ ആയിരുന്ന സംഭവമാണ്. പിന്നെ അഭിനയിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രഷർ എഴുതുന്നുണ്ട്? കോമഡി ആദ്യമായിട്ടാണ് ട്രാക്കൊന്ന് മാറ്റി പിടിക്കാൻ.